എല്ലാവർക്കും ടെസ്റ്റിംഗ് ബഡ്ഡി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് വാട്ട് ഈസ് ബഗ് ലീക്കേജ് എന്നുള്ളതാണ്. ബഗ് ലീക്കേജിന് പറയുന്ന വേറൊരു പേരാണ് ഡിഫക്റ്റ് ലീക്കേജ്. ഡിഫക്റ്റ് ലീക്കേജ് അല്ലെങ്കിൽ ബഗ് ലീക്കേജ്. സോഫ്റ്റ്വെയർ ടെസ്റ്റിങ്ങിലെ ഡിഫക്റ്റ് മാനേജ്മെൻറ്റിലെ ഒരു ടേമാണ് ബഗ് ലീക്കേജ് അല്ലെങ്കിൽ ഡിഫക്റ്റ് ലീക്കേജ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം വീഡിയോ നിങ്ങൾ കൂടുതൽ വീഡിയോകൾ കാണാനായിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പിന്നെ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതാണ് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ടോപ്പിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്താണ്? വാട്ട് ഈസ് ബഗ് ലീക്കേജ് അല്ലെങ്കിൽ ഡിഫക്റ്റ് ലീക്കേജ്. അപ്പോൾ നമ്മുടെ ബഗ് ലീക്കേജ് എന്ന് പറഞ്ഞാൽ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞൊരു പ്രോസസ്സിൽ നമ്മൾ ടെസ്റ്റ് കേസ് എഴുതി ടെസ്റ്റ് കേസ് എക്സിക്യൂട്ട് ചെയ്ത് ഓരോ കസ്റ്റമറുടെ ഓരോ റിക്വയർമെൻറ്റ്സും നമ്മൾ വെരിഫൈ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു ബഗ് നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സാവുകയാണ്, നമ്മൾ കണ്ടുപിടിക്കാൻ മിസ്സാവണതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബഗ് ലീക്കേജ് അല്ലെങ്കിൽ ഡിഫക്റ്റ് ലീക്കേജ് എന്ന് പറയണം. അപ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിച്ച് നമ്മുടെ ഒരു ടെസ്റ്റർ എന്നുള്ള നിലയിലുള്ള നമ്മുടെ പോരായ്മയാണ് ഒരു ബഗ് ലീക്കേജ് ഉണ്ടാവുക എന്ന് പറഞ്ഞത്. നമ്മളത് ഇല്ലാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കുക. 1 by 1 എല്ലാ റിക്വയർമെൻറ്റ്സും വെരിഫൈ ചെയ്ത് ഉറപ്പ് വരുത്തുക. അത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുക. സ്ഥിര ഇൻ്റർവ്യൂവിന് ചോദിക്കുന്ന ചോദ്യമാണ് എന്ത് ബഗ് ലീക്കേജ് എന്ന്. ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ, 1 ക്വസ്റ്റ്യൻ ആണ്. അതിലൊരു ഡെഫിനിഷൻ പറഞ്ഞാൽ ഓക്കെയാണ്, വേറെ ഒന്നും വേണ്ട. അപ്പം നമുക്ക് ഡെഫിനിഷനിലേക്ക് കിടക്കാം. എന്താണ് ബഗ് ലീക്കേജ്? A bug which is actually missed by the testing team and the build was released to the production. അതാണ് ബഗ് ലീക്കേജ്. അതായത് എന്താണ്? ഒരു ബഗ് നമ്മുടെ ടെസ്റ്റിംഗ് ടീമിൻ്റെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ QA ടീമിൻ്റെ കയ്യിൽ നിന്ന് മിസ് ചെയ്യാണ്. എന്നിട്ട് എന്ത് ചെയ്യാണ്? എൻ്റെ ആ ബഗ് കണ്ടെയ്ൻ ചെയ്യണ ബിൽഡ്, അത് അടങ്ങണ അതുള്ള വെർഷൻ നമ്മൾ പ്രൊഡക്ഷനിലേക്ക് പോവുകയാണ്, പ്രൊഡക്ഷനിലേക്ക് റിലീസ് ചെയ്യാണ്. ഓക്കെ, റിലീസ് ടു ദ പ്രൊഡക്ഷന് പോവുകയാണ്. എന്നിട്ട് എന്തുണ്ടാവുകയാണ്? പ്രൊഡക്ഷന് പോയിട്ട് മാർക്കറ്റിൽ പോയിട്ട് വർക്കിംഗ് ആയ ആ ആപ്ലിക്കേഷൻ, ആ പ്രൊഡക്റ്റ് എൻഡ് യൂസർ ആ ബഗ് നമ്മൾ കണ്ടുപിടിക്കാതെ പോയ ബഗ് എൻഡ് യൂസർ കണ്ടുപിടിക്കുകയാണ്, ഫൗണ്ട് ചെയ്യാണ്. എൻഡ് യൂസർ ആവാം, അല്ലെങ്കിൽ ക്ലയൻ്റ് ആവാം, അല്ലെങ്കിൽ കസ്റ്റമർ ആവാം, ഏതായാലും. ഇപ്പോൾ എൻഡ് യൂസർ എന്നുള്ള വേർഡ് നിങ്ങൾക്ക് ചിലർക്ക് അറിയില്ല. അപ്പോൾ അതായത് എൻഡ് യൂസർ എന്ന് പറഞ്ഞാൽ അവസാനം ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്ന ആരാണോ അതാണ് എൻഡ് യൂസർ. ഇപ്പോൾ സ്വിഗ്ഗി എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ നമ്മൾ സ്വിഗ്ഗി എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ കമ്പനിക്ക് ഉണ്ടാക്കാൻ കൊടുത്തിട്ട് അവർ ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ എൻഡ് യൂസർ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ജനങ്ങളാണ്, ആ സ്വിഗ്ഗി ഉപയോഗിച്ച് ഓർഡർ ചെയ്യുന്നവരാണ്. പക്ഷേ അതിൻ്റെ ക്ലയൻറ്റ് കസ്റ്റമർ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വിഗ്ഗി കമ്പനിക്കാരാണ്. സ്വിഗ്ഗി കമ്പനിക്കാരാണ് ഒരു IT കമ്പനിക്ക് അത് ഉണ്ടാക്കാൻ കൊടുക്കുന്നത്. അപ്പോൾ അവിടെ കസ്റ്റമർ എന്ന് പറയുന്നത് എന്താണ്? ക്ലയൻറ്റ് എന്ന് പറയുന്നത് സ്വിഗ്ഗിയുടെ ഓണറാണ്, സ്വിഗ്ഗിയുടെ മാനേജ്മെൻറ്റാണ്. പക്ഷെ അതിൻ്റെ എൻഡ് യൂസർ ആരാണ്? സാധാ ജനങ്ങൾ. ഓക്കെ, അതുപോലെ തന്നെ ഒരു ലേണിംഗ് ആപ്പ്, അതിൻ്റെ ഒരു കമ്പനിയിൽ അതിൻ്റെ എൻഡ് യൂസർ ആരാണ്? സ്റ്റുഡൻസ് ആയിരിക്കും. അതിൻ്റെ ക്ലയൻറ്റോ കസ്റ്റമർ എന്ന് പറയുന്ന ക്ലയൻറ്റ് ആരാണ്? ആ ലേണിംഗ് ആപ്പിൻ്റെ മാനേജ്മെൻറ്റ്. ഒരു ഹോസ്പിറ്റൽ ആപ്പാണെങ്കിൽ അതിൻ്റെ ക്ലയൻറ്റ് എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റൽ മാനേജ്മെൻ്റ് ആയിരിക്കും. പക്ഷേ അതിൻ്റെ എൻഡ് യൂസർ ചിലപ്പോൾ പേഷ്യൻസ് ആയിരിക്കാം. അതുപോലെ നമ്മൾ ടെസ്റ്റിംഗ് ടീമിൻ്റെ കയ്യിൽ നിന്ന് മിസ്സാവുന്ന ഒരു ബഗ് പ്രൊഡക്ഷനിൽ പോയിട്ട് എൻഡ് യൂസറോ കസ്റ്റമറോ കണ്ടുപിടിക്കുമ്പോഴാണ് നമ്മൾ ബഗ് ലീക്കേജ് എന്ന് പറയുന്നത്. വളരെയധികം ഒഴിവാക്കപ്പെടേണ്ട ഒരു ഇൻസിഡൻ്റാണ് ബഗ് ലീക്കേജ്. അതിനുവേണ്ടി നമ്മൾ 1 by 1 എല്ലാ റിക്വയർമെൻറ്റ്സും ടെസ്റ്റ് ചെയ്യുക, വെരിഫൈ ചെയ്യുക, വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ പരമാവധി ഒഴിവാക്കുക. അപ്പോൾ ഇൻ്റർവ്യൂവിന് സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. ഡിഫക്റ്റ് മാനേജ്മെൻറ്റിൽ ഒരു ടേമാണ് എന്താണ്? ബഗ് ലീക്കേജ് ഓർ ഡിഫക്റ്റ് ലീക്കേജ്. വാട്ട് ഈസ് ബഗ് ലീക്കേജ് ഓർ ഡിഫക്റ്റ് ലീക്കേജ്? ഇതായിരിക്കും ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഇതിന് ഉത്തരം പറയാൻ എല്ലാവരും ശ്രമിക്കുക. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. നിങ്ങൾ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക.